എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് 3 സി ബാൻഡാണ്. ഈ 3 സി ബാൻഡ് സാറ്റലൈറ്റിൽ 2 സി ബാൻഡ് സാറ്റലൈറ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു സാറ്റലൈറ്റും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് സംബന്ധമായ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, വാട്സപ്പിൽ വോയിസ് അയക്കാം. ഡിഷ് ജാംസിൻ്റെ ആണ് സെയിൽ ചെയ്യുന്നുണ്ട്, കെ ബാൻഡ്, സി ബാൻഡ്, അങ്ങനെ ഡിഷ് സംബന്ധമായ എല്ലാ സാധനങ്ങളും ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. കൂടുതൽ അറിയാൻ എന്നെ നേരിട്ട് വിളിക്കാം. ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ 2 സാറ്റലൈറ്റായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. സെൻട്രൽ ഫോക്കസ് ആക്കി വെച്ചിരിക്കുന്നത് മിയാസാറ്റ് 91 ഡിഗ്രി, അഡീഷണൽ ജിസാറ്റ് 83 ഡിഗ്രി. അഡീഷണലായിട്ട് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സാറ്റലൈറ്റ് ഏഷ്യാസാറ്റ് 100 ഡിഗ്രി. മിയാസാറ്റിൻ്റെ കൂടെ 2 സാറ്റലൈറ്റാണ് അഡീഷണൽ കൊടുത്തിരിക്കുന്നത്, 83 ഡിഗ്രി, 100 ഡിഗ്രി. ഈ 2 LNB തമ്മിലുള്ള അകലം മിയാസാറ്റ് 91ൻ്റെ LNB നിന്ന് 2 അഡീഷണൽ കൊടുത്തിരിക്കുന്ന LNBയുടെ അകലം എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം. ഡിഷിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന LNB, അതായത് കിഴക്കിന്റെയും തെക്കിന്റെയും മൂലഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന LNB 83 ഡിഗ്രി. 83 ഡിഗ്രിയിൽ നിന്ന് 91ലേക്കുള്ള അകലം വരുന്നത് 8 സെന്റിമീറ്റർ. 91 സെൻട്രൽ, അഡീഷണൽ കൊടുത്തിരിക്കുന്നത് 83. ഇതിലേക്കുള്ള അകലം വരുന്നത് 8 സെന്റിമീറ്റർ. ഇങ്ങനെ വരുന്ന അകലമാണ് 8 സെന്റിമീറ്റർ. ഡിഷിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറ് മൂലോട്ട് വരുന്ന LNB, പടിഞ്ഞാറിന്റെ ലാസ്റ്റ് ഭാഗം വരുന്ന LNB ആണ് ഏഷ്യാസാറ്റ് 100 ഡിഗ്രി. അതിന്റെ അകലം എത്ര സെന്റിമീറ്റർ ഉണ്ട് നോക്കാം. 101 100ലേക്കുള്ള അകലം, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അകലമാണ് 10 സെന്റിമീറ്റർ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഡിഷിന്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 LNB സെറ്റ് ചെയ്ത രീതി. നോക്കുക, ഈ രീതിയിലാണ് 3 LNB വരുന്നത്. മീറ്ററിൽ സിഗ്നൽ ചെക്ക് ചെയ്യാം. ആദ്യം ചെക്ക് ചെയ്യുന്നത് മിയാസാറ്റ് 91 ഡിഗ്രിന്റെ. മിയാസാറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ പിടിക്കേണ്ട സ്ട്രോങ് TP 37.06, ഹോറിസോണ്ട് 42.89. ഈ കാണുന്ന TP BBC-ന്റെ 62%, കഴിഞ്ഞ വീഡിയോയിൽ 65% കിട്ടിയിരുന്നു. അത് ചില ടൈമിൽ സിഗ്നലിൽ മാറ്റം സംഭവിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 10 മണിയാണ്. ഈ ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. 62% സിഗ്നൽ കിട്ടുന്നത്. 38.81, ഹോറിസോണ്ട് 29.720. അടുത്തതായിട്ട് സിഗ്നൽ ചെക്ക് ചെയ്യുന്നത് 83 ഡിഗ്രിയുടെ സിഗ്നലാണ്. 83ലെ MH1ന്റെ TP ആണത്. MH1 ചാനലിന്റെ TP ആണ്. 40.30, ഹോറിസോണ്ട് 44.40. 44% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TP വെച്ചിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം കേരള വിഷന്റെ TP വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം. പിന്നെ മഴവിൽ മനോരമ വെച്ച് ട്രാക്ക് ചെയ്യാം. കാണുന്ന TP മനോരമയുടെ 41.14, ഹോറിസോണ്ട് 8000, 58% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TP വൈകിട്ട് സിഗ്നൽ കൂടുതലാണ്, 61% വരെ സിഗ്നൽ കിട്ടും. കേരള വിഷന്റെ TP 63-62% വരെ കിട്ടുന്നുണ്ട്. ഈ TPക്ക് വലിയ മാറ്റം സംഭവിക്കാറില്ല. 39.25, ഹോറിസോണ്ട് 28,500. മൂന്നാമത്തെ LNB ചെക്ക് ചെയ്യാം. 100 ഡിഗ്രിന്റെ 40.42, ഹോറിസോണ്ട് 29.720, 61% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TP വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഈ കാണുന്ന TPയിലാണ് മക്ക മദീനയുടെ ചാനൽ കിട്ടുന്നത്.
4080 ഹോറിസോണ്ട് 30,000 61% സിഗ്നൽ കിട്ടുന്നുണ്ട്. മൂന്ന് സാറ്റലൈറ്റും കൂടി കിട്ടുന്നത് 500ഓളം ചാനലുകളാണ്. നല്ല ചാനലുകളുണ്ട്. നിങ്ങൾ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.